ബംഗാളിലെ മുർഷിദാബാദിൽ വഖഫ് നിയമത്തിനെതിരായ സമരം അക്രമാസക്തമായതിനെ തുടർന്ന് ജാഗ്രത കടുപ്പിച്ച് കേന്ദ്രം. രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ സംഘർഷം ഉണ്ടായാൽ കേന്ദ്രസേനയെ ഉടൻ അയക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനവുമുണ്ട്. വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുളയിലേ നുള്ളിക്കളയുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ബി ബാലഗോപാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഈ സംഭവത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് തീരുമാനം? മോത്തി, ബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാജ്യവ്യാപകമായി ഈ നിരീക്ഷണം ശക്തമാക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മുർഷിദാബാദിൽ ഉണ്ടായതുപോലെ തന്നെ ഈ വഖഫ് വിരുദ്ധ പ്രതിഷേധങ്ങൾ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും സംഘർഷത്തിലേക്ക് കടക്കുമോ എന്ന ആശങ്ക കേന്ദ്ര സർക്കാരിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് ജാഗ്രത ശക്തമാക്കുവാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ബംഗാളിലെ മുർഷിദാബാദിൽ ഈ സംഘർഷമുണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്രസേനാ വിഭാഗങ്ങളെ അവിടെ അയച്ചിരുന്നു. തുടർന്ന് ഈ സംഘർഷം നിയന്ത്രിക്കുന്നതിന് ഈ കേന്ദ്രസേനാ വിഭാഗങ്ങൾക്ക് സാധിച്ചു എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ സമാനമായ തോതിൽ ഈ അക്രമ സംഭവങ്ങളോ മറ്റോ ഉണ്ടാകുകയാണെങ്കിൽ അവിടേക്ക് ഉടൻ തന്നെ കേന്ദ്രസേനയെ അയക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങളുമായി ചേർന്ന് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടാകുകയാണെങ്കിൽ അതിനെ മുളയിലെ നുള്ളിക്കളയുവാനും കേന്ദ്രം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഈ മുർഷിദാബാദിലെ സംഘർഷങ്ങളെ സംബന്ധിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. ആ ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്ന ആവശ്യം ഒരുപക്ഷെ ഇന്നോ നാളെയോ കോടതിയിൽ ഉന്നയിക്കപ്പെടാൻ സാധ്യതയുമുണ്ട്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ മുർഷിദാബാദ് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി തന്നെ കർശനമായ ജാഗ്രത പാലിക്കുവാനാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. ശരി ബാലഗോപാൽ.